ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ ചായ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഹോട്ടലിൽ കിടന്ന് വിളിക്കുന്നത് പോലെ സുധി ചായയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രേവതിയുടെ അടുത്തേക്ക് വന്നു. നിനക്കെന്താ ചെവി കേട്ടുകൂടെ എന്ന് ചോദിച്ചു. കേൾക്കാവല്ലോ, പിന്നെ സുധി എത്ര നേരമായി ചായയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് ചായ ചായ എന്ന് വിളിക്കുന്നു, നീ എന്താ കൊണ്ട കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹത്തിനോടെ ട്രെയിനിൽ ചായ വയ്ക്കാൻ പറയാൻ പറഞ്ഞു രേവതി. ട്രെയിനിൽ ചായ വയ്ക്കുന്നത് പോലെ തന്നെയാണ് ശ്രുതിയുടെ ഹസ്ബൻഡും പറയുന്നതെന്ന് പറയുമ്പം അത് നിന്റെ കെട്ടിയവനോട് ചെന്ന് പറ, ട്രെയിനിൽ ചായ കൊണ്ടോ വിൽക്കാനെന്ന് ചന്ദ്രമതി പറയുമ്പം എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ ചായ ചായ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നില്ലല്ലോ എന്ന് രേവതി ചോദിച്ചു. നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പം രേവതി ഒന്ന് ചിരിച്ചു. അദ്ദേഹം എത്ര വിളിച്ച് കൂവിയാലും അദ്ദേഹത്തിന് ഞാനൊന്നും കൊണ്ടുപോയി കൊടുക്കില്ല എന്ന് അറിയില്ലേന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ ഇങ്ങനെ വായിലെ വെള്ളം വറ്റിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ നമ്മുടെ രേവതി. ഒരു ദിവസം അവന് വേണ്ടുന്നത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കോടിപ്പിക്കുമെന്ന് ചന്ദ്രമതി രേവതിയെ വിളിക്കുമ്പോഴേക്കും എത്ര മനോഹരമായ സ്വപ്നം, എന്നാലേ അത് നടക്കില്ലമ്മേന്ന് രേവതി അങ്ങ് പറഞ്ഞു. അത് നമുക്ക് കാണാമെന്ന് രേവതി പറയുമ്പോൾ ചന്ദ്രമതി പറയുമ്പം ആ കാണാം എന്നും പറഞ്ഞു രേവതി നിന്നു. തള്ള തന്നെ എന്നിട്ട് ചായ ഉണ്ടാക്കി മോന് കൊണ്ടുപോയി കൊടുക്കുക. ഈ സമയത്ത് ശ്രുതിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കാം. ശ്രുതി, എനിക്കിന്നൊരു ഡീലറെ കാണാൻ പോകണം, അതുകൊണ്ട് കുറച്ച് സമയം നീ ഇന്ന് ഷോപ്പിൽ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചന്ദ്രമതി ചായയായിട്ട് വന്നു. എനിക്ക് പാർലറിൽ പോകണ്ടേ ശ്രുതി എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം ശ്രുതി, നീ കുറച്ച് സമയം ഇവൻ്റെ ഷോപ്പിലൊന്ന് പോയി നിൽക്ക്, നീ വരുന്നത് വരെ ഞാൻ നിൻ്റെ പാർലർ നോക്കിക്കോളാവെന്ന് പറഞ്ഞു ചന്ദ്ര. അപ്പോൾ ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഉയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അപകടം മണത്തു നമ്മുടെ ശ്രുതിക്ക്. ആ സമയത്ത് എൻ്റെ ദൈവമേ, ആൻറ്റി ചെന്നാലേ തീരെ ശരിയാവില്ല, ആ തോസങ്ങാനും കയറുമെന്ന് ആകെ പണി പാളുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പം അല്ല അത് വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു. ഇന്ന് അധികം ക്ലയൻസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, ആൻറ്റി അവിടെ ചെന്നാൽ ബോറടിക്കും, അവിടുത്തെ കാര്യങ്ങളെ സ്റ്റാഫുകൾ നോക്കിക്കോളൂ എന്ന് ശ്രുതി പറയാം. അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അത് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി. പെട്ടെന്ന് പുറത്തു നിന്ന് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അപ്പോഴേക്കും നമ്മുടെ സച്ചിയെ നോക്കിയൊരു ചേട്ടൻ വന്നതായിരുന്നു. എടാ സച്ചി എന്നും പറഞ്ഞ ചേട്ടൻ വിളിച്ചു. ആ എടാ നീയോ പ്രവീണ്, നീയോ, നീ കയറി വാടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അദ്ദേഹത്തിനകത്തേക്ക് വിളിക്കാം. ആ സമയത്ത് സച്ചി അവിടെ ചെന്ന് അദ്ദേഹത്തെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അമ്മയൊക്കെ കണ്ടപ്പോൾ അമ്മേ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. സച്ചിയുടെ ഫ്രണ്ടാ പ്രവീണാണെന്ന് പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ചന്ദ്രമതി അവിടെ. ആ സമയം നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. എടാ അത് നിൻ്റെ ഏട്ടനല്ലേടാ എന്ന് ചോദിച്ചു. ആ അതെ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. അല്ല ബിസിനസ് മാൻ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ലല്ല എന്ന് പറയും. ഞാനൊരു ബിസിനസ് മാനാണ്. അപ്പോഴത്തേക്കും സച്ചി എടാ നീ അവനോട് അധികം സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. രേവതി എൻ്റെ ഭാര്യടാ എന്നും പറഞ്ഞിങ്ങനെ സച്ചി പറയുന്നു. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നീ വന്നേന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ച ചേട്ടന് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇവൻ എൻ്റെ ഒറ്റ സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് കല്യാണം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു പ്രവീൺ. എടാ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഞാൻ പോലും അപ്പോഴാണ് അറിഞ്ഞതെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അത് ഒരു നല്ലവൻ ഓടിപ്പോയത് കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറയുവാണ് കൂട്ടുകാരനോട്. ചന്ദ്രമതിക്ക് അത് പിടിച്ചില്ല, ശ്രുതിക്കും പിടിച്ചില്ല. എടാ ചായ എടുക്കട്ടെ രേവതി, നീ പോയി ചായ എടുക്കാൻ പറഞ്ഞു. അയ്യോ ചായ ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു രേവതി വെള്ളം എടുക്കാൻ പോയി. അല്ല നീ എന്താണ് ഇപ്പോൾ വന്നേ അത് പറയാൻ പറഞ്ഞു. എടാ എൻ്റെ ഏട്ടൻ്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. രാജേഷ് ഇതുവരെ കല്യാണം കഴിച്ചില്ലേടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. പിന്നെ നീയും വൈഫും കല്യാണത്തിന് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേ എല്ലാവരും വന്നേക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രവീൺ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല അച്ഛൻ എവിടെയാടാന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ ഒരു കല്യാണത്തിന് പോയേക്കുവാണെന്ന് പറഞ്ഞു. നീ അച്ഛനോടും പറഞ്ഞേക്കണം കേട്ടോടാന്ന് പറഞ്ഞു. പറയാമെന്നും പറയും. അങ്ങനെ കല്യാണക്കുറിയൊക്കെ കൊടുത്തു. രേവതി അന്നേരത്തേക്കും വെള്ളമായിട്ട് വന്നു. രേവതി വെള്ളവും കൊടുത്തു. അദ്ദേഹം ആ വെള്ളവും കുടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര പുച്ഛമായിട്ടിരിക്കാം. എടാ നിൻ്റെ ഏട്ടൻ ഒരു ഹിന്ദിക്കാരി പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നില്ലേ ചോദിക്കുമ്പം അതൊക്കെ മുന്നേ ബ്രേക്കപ്പ് ആയിടാ, ഇപ്പോൾ അച്ഛനും അമ്മയും കാണിച്ചു കൊടുത്ത പെണ്ണിനെ ഞാൻ കെട്ടുന്നതെന്നൊക്കെ പ്രവീൺ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എടാ എന്നാലും നീ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, അവൻ്റെ കല്യാണത്തലേന്നേ നീ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിലേ കല്യാണത്തലേന്ന് നിൻ്റെ ഏട്ടൻ എവിടേക്കെങ്കിലും ഓടിപ്പോയാലുണ്ടല്ലോ പണി നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ കണ്ണും മൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. എല്ലാവരും കൂടെ ചേർന്നേ നിൻ്റെ ഏട്ടൻ കെട്ടാനിരുന്ന പെണ്ണിനെ നിൻ്റെ തലയിൽ കെട്ടി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. അവളെ നിനക്ക് ജീവിതാവസാനം വരെ ചുമക്കേണ്ടിയും വരുമെന്നൊക്കെ പറയുക. നിൻ്റെ ജീവിതം തൊലഞ്ഞു പോവേ എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടു. രേവതി ചുമക്കുകയാണെന്നുള്ള രീതിയിലാണല്ലോ സച്ചി സംസാരിച്ചത്. അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എടാ സച്ചി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് കൂട്ടുകാരൻ ചോദിച്ചു. എടാ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ, നീ ഒന്ന് കരുതി ഇരുന്നോളണം,
വളരെ വളരെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ചന്ദ്രമതിയും ശ്രുതിയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാം. ചുമ്മാ ഓരോന്ന് പറയാതെടാ, നിനക്കെല്ലാം തമാശയാണെന്നൊക്കെ പ്രവീൺ, എന്നാൽ ഞാൻ ഇറങ്ങാടാ, കുറേ പേരെ ക്ഷണിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനെ യാത്ര പറഞ്ഞ് അങ്ങ് പോയിട്ടോ. ആ ചേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. രേവതി വന്നവരുടെ മുന്നിൽ സച്ചി ശ്രുതിയെ ഇൻസൾട്ട് ചെയ്തത് മോശമായി പോയില്ലേ എന്ന് ശ്രുതി അവിടെ ഇരുന്ന നേരം പറഞ്ഞു. അവൻ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ ശ്രുതി അന്നേരം. ശ്രുതി, അവൻ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്തതൊന്നുമല്ല, അവൻ പറഞ്ഞത് നീ കേട്ടതല്ലേ? ചേട്ടൻ കെട്ടാനിരുന്ന പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി വളച്ച് തിരിച്ച് അത് രേവതിയുടെ മനസ്സ് വേദനിപ്പിക്കാനുള്ള രീതിയിലാക്കുക. അവളെ നിനക്ക് ജീവിതകാലം വരെ ചുമക്കേണ്ടി വരുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ ജീവിതം തുലഞ്ഞു പോകുമെന്ന്. അങ്ങനെ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചന്ദ്രമതി അത് എന്നിട്ട് രേവതിയെ ഇങ്ങനെ നോക്കുക. അവനിത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചന്ദ്രമതി ചോദിച്ചു. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കാണിച്ചു കൊടുക്കുക. കല്യാണം കഴിഞ്ഞതിൻ്റെ 1-ാം വാർഷികം ഗംഭീരമായി ആഘോഷിച്ചിരുന്നല്ലോ. എന്തൊക്കെയാണെന്ന് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്? പരസ്പരം മത്സരിച്ച് പുകഴ്ത്തുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തൊരാട്ടമായിരുന്നു ഇവിടെ കിടന്ന് ആടിയതെന്നൊക്കെ ചന്ദ്രമതി രേവതിയെ കേൾപ്പിച്ചുകൊണ്ട് പറയുക. അപ്പം അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. ഇപ്പം അവൻ്റെ മനസ്സിലുള്ളത് പുറത്തു വന്നു. ഇവളെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു എന്ന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതറിയാവോ? അവൻ ഇവളോട് സ്നേഹമൊന്നും ഇല്ലെന്നേ, ചുമ്മാ അഭിനയിക്കുന്നതാ എന്നും പറഞ്ഞ് ചന്ദ്രമതി. കെട്ടിപ്പോയില്ലേ, അതുകൊണ്ട് കൂടെ കഴിയണമല്ലോ എന്ന് കരുതി കഴിയുന്നത് അവൻ, അല്ലാണ്ട് അവൻ ഇവളെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുന്നു. രേവതി അതൊക്കെ കേട്ട് മാനസികമായിട്ട് തകർന്ന് നേരെ അടുക്കളയിലേക്ക് ചെന്നു. ആ സമയത്ത് സച്ചി രേവതിയോ എന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷേ രേവതി അനങ്ങുന്നില്ല കേട്ടോ. അപ്പോഴേക്കും വലിയ ചിരിയൊക്കെ ചിരിച്ച് സച്ചി അടുക്കളയിലേക്ക് കയറി ചെന്നു. അപ്പോൾ രേവതി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. എന്തു പറ്റി? താൻ ഏതാണ്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. വെറുതെ അല്ല ഞാൻ വിളിച്ചപ്പോൾ വരാതിരുന്നല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുവാണ്. അതെ, നമുക്ക് പ്രവീണിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പോകണ്ടേ, അച്ഛനെയും കൂട്ടാട്ടോ എന്നൊക്കെ സച്ചി പറഞ്ഞു. 3 പേർക്കും കൂടെ ആടിച്ച് പൊളിച്ചങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെയും വരുന്നില്ല എന്ന് പറഞ്ഞു രേവതി. നിന്നെ എടുത്ത് കാറിലിട്ടുകൊണ്ട് പോകും ഞാൻ. എനിക്കൊരു ഓട്ടോ ഉണ്ട്, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. നീ എനിക്കുള്ള ദോശ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അയ്യോ, എൻ്റെ കീ മാറുന്നല്ലോ, ഞാൻ കീ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങ് പോയി. രേവതി അതൊക്കെ കേട്ട് തകർന്നിങ്ങനെ നിൽക്കുക. ഒപ്പം വന്നിട്ട് അവിടെ നിന്ന് സച്ചി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും പിന്നെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓരോ മൂലയിൽ പോയിരിക്കുക. അപ്പോൾ വീണ്ടും സച്ചി അങ്ങോട്ടേക്ക് വന്നു. നീ എന്താ രേവതി ദോശ എടുത്ത് വെക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ദോശ ഇന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇഡ്ഡലിയാണോ ഉണ്ടാക്കിയത്? ഇഡ്ഡലി ഉണ്ടാക്കാൻ മാവില്ല എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന്. മാവില്ലെന്നോ? ഇല്ല, ഞാൻ അരച്ചിട്ടൊന്നുമില്ല എന്ന് രേവതി സച്ചിയോട് പറയുക. എന്നാൽ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനിവിടെ റവയും ഇല്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലേ? ഇപ്പോൾ ദോശ ഉണ്ടാക്കി തരാമെന്ന് കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞതല്ലേ, മാവുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പം എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കണമെന്ന് ചോദിച്ചു. അത് സച്ചേൻ്റെ ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്കും രേവതിയെ നോക്കി ഇവളെന്ത് ഇങ്ങനെയെന്ന് ചോദിച്ചു. നേരെ അടുത്ത് പോയിരിക്കാം. നിനക്ക് എന്താ പെട്ടെന്ന് പറ്റിയത്? ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്തിനാ നീ മുഖം വീർപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ മുഖം എൻ്റെ ഇഷ്ടം, എൻ്റെ മുഖത്ത് എന്ത് ഭാവം വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ എൻ്റെ മുഖം വീർപ്പിക്കാതിരിക്കും. സച്ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെടുക. അപ്പം ചന്ദ്രമതി അതുവഴി വന്നു. ഇത് കേൾക്കുക. 2 പേരും ഇവിടെ ഇരുന്ന് കഥ പറയുകയാണോ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കടി എന്ന് ചന്ദ്രമതി രേവതിയോട് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് രേവതി ചന്ദ്രമതിയോടും പറഞ്ഞു. പിന്നെ ഇത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു ഡി എന്ന് ചോദിച്ചു രേവതിയോട്. അമ്മ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ഇപ്പം തോന്നുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. അപ്പോൾ രേവതി ഒരു നോട്ടം അങ്ങ് നോക്കിയപ്പോഴത്തേക്ക് സച്ചി ഒന്ന് പേടിച്ചു. അമ്മേ എന്നും പറഞ്ഞ് മുകളിൽ നിന്നും വിളി. അമ്മേ എന്നും പറഞ്ഞു. അമ്മേ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കമ്മേ, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം എന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്കും രേവതി എനിക്ക് ദോശ മതി കേട്ടോ എന്ന് ശ്രുതി. അപ്പം ദോശയില്ല, കീശയും ഇല്ല, ഇന്ന് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് രേവതി പറഞ്ഞു. ഒന്നും ഉണ്ടാക്കിയില്ലെന്നോ? എല്ലാ ദിവസവും ഈ സമയമാകുമ്പോൾ ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് ശ്രുതി പറയുമ്പം ഇന്നുണ്ടാക്കിയില്ലെന്നാ പറഞ്ഞതെന്ന് രേവതി ഒച്ച വെച്ചങ്ങ് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ചെന്ന് ജോലിയൊക്കെ ചെയ്യാനുള്ളതാ, ഒന്നും കഴിക്കാതെ എങ്ങനെയാ പോവുക എന്ന് ശ്രുതി ചോദിക്കുമ്പം അതിന് നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട എന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പം
സച്ചി ഇങ്ങനെ നോക്കിയിരിക്കും, ഒന്നും മനസ്സിലാകുന്നില്ല. നിന്റെ അഹങ്കാരം കാണിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയുമ്പോൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അത് കുറച്ച് മുന്നേ പറഞ്ഞൂടെ, ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പുറത്തുനിന്ന് ഇറങ്ങി കഴിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ഇനി ഞാൻ മുമ്പേ അങ്ങ് പറയാൻ കേട്ടോ എന്ന് രേവതി ശ്രുതിയോടും സച്ചിയോടും പറയുന്നു. എന്താ രേവതി നീ ഇങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു ശ്രുതി. ഞാൻ എന്ത് ചെയ്തെന്നാ? ഇവിടെ കിച്ചണുണ്ട്, ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറി എല്ലാം ഇരിപ്പുണ്ട്. നീ എന്തോ ABC ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലോ, വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കുക, നിന്നെ ഇവിടെ ആരും തടയാനും പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. സച്ചു അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ കലിപ്പ് കയറി നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും എടി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വന്നു. അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അവൾ പറഞ്ഞു നീ കേട്ടില്ലേടാ, എന്നിട്ട് എന്താണ് നീ വാ തുറക്കാത്തെ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതി. എടാ ഭക്ഷണം കഴിക്കാതെ പോയാലേ ഞാൻ എങ്ങനെ എനർജിയോടെ ഡീലറോട് സംസാരിക്കും? ഞാൻ നിന്നെ പോലെ സാധാരണക്കാരനല്ല, ഡെയിലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മാൻ ആണെന്നൊക്കെ പറയുമ്പോൾ ബിസിനസ് ഒന്നും ഇണ്ടാതിരിക്കാവൂന്ന് ചോദിച്ചു സച്ചി. എനിക്കൊരു ഷോക്ക് തന്നായിരുന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ? നീ ചോദിക്കാൻ പറഞ്ഞു ശ്രുതി സച്ചിയോട്. സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതി എന്താ നിനക്ക് പറ്റിയത്? അമ്മ എന്തോ പറഞ്ഞു എന്ന് നീ പറഞ്ഞല്ലോ, എന്താ അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാനെന്താ പറയുക? അപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. രവി ചേച്ചി ഇന്ന് എന്താ സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കാലിപ്പാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചന്ദ്രമതി അവിടെ നിന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ എന്തു ചേച്ചി, ഇന്ന് ഇവൾക്ക് മഹാറാണി പട്ടം കിട്ടിയിട്ടുണ്ട്, അതുപോലെയാ ഇവളുടെ സംസാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിക്ക് എന്താ സുഖമില്ലേന്ന് ചോദിച്ചു വർഷ. അപ്പം അസുഖമൊന്നും എനിക്കില്ല വർഷ എന്ന് പറഞ്ഞു രേവതി. രാവിലെ തന്നെ നമ്മളെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവള്, അത്ര തന്നെ അതാ ഇവള് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ടവരുണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുക. എല്ലാവരും ഇങ്ങനെ രേവതി തന്നെ നോക്കുക. രേവതി ആ വീടെടുത്ത് തിരിച്ചു വെച്ചു. നീ എന്താടി എല്ലാവരോടും ഓർഡർ ഇടുവാണോ എന്ന് ചോദിച്ചു ചന്ദ്രമതി. ഞാനല്ല, നിങ്ങളെല്ലാവരുമാണ് ഓർഡർ ഇട്ടുകൊണ്ടിരുന്നത്. അത് വേണം, ഇത് വേണം, അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നോട് ഓർഡർ ഇട്ടുകൊണ്ടിരുന്നതെന്ന കാര്യം രേവതി അന്നേരം അങ്ങനെ പറഞ്ഞു. ശ്രുതിയും എല്ലാവരും ഇങ്ങനെ നോക്കുക. നിങ്ങൾക്കൊക്കെ പാചകം ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇവിടേക്ക് വന്നത്? ഞാനെന്താ നിങ്ങളുടെയൊക്കെ അടിമയാണോ എന്ന് രേവതി അന്നേരം ചോദിച്ചു. അതോ ഇവിടുത്തെ വേലക്കാരിയോ? ഞാൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ ദേഷ്യപ്പെടുക. അപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും കാര്യം മനസ്സിലാകുന്നില്ല. എടാ നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായോ, എന്തൊക്കെയാണ് ഇവള് പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു ചന്ദ്രമതി. രേവതി ഇപ്പം നീ പാചകം ചെയ്യാത്തതല്ല പ്രശ്നം, അത് നീ മുന്നേ പറയാത്തതാ വിഷയമെന്നും ശ്രുതി വന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അവർ പോകുന്നു. അമ്മേലെ ടൈം വേസ്റ്റായി, ഒരു ബിസിനസ്മാൻ്റെ കഷ്ടപ്പാട് ഈ വീട്ടിൽ ആർക്കും മനസ്സിലാവില്ല. ശ്രുതി ബാ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കണ്ടില്ലേ അവരൊന്നും കഴിക്കാതെ പോയത്, കണ്ടില്ലേ? നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കുമ്പം അവർ പട്ടിണി കിടക്കുമൊന്നും ഇല്ലല്ലോ, ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പം നീ എന്താടി എല്ലാത്തിനും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എല്ലാത്തിനും മറുപടി പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം അമ്മ വിട്, രേവതി അടുത്തേക്ക് എന്തോ മൂഡ് ഔട്ട് ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അതേട്ടത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്നും പറഞ്ഞു ഒന്നും ആകാൻ പോകുന്നില്ല എന്നും ശ്രീകാന്ത് ഇങ്ങനെ പറയുക. അമ്മേ ഞാൻ പോയിട്ട് വരാം വർഷയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പം ചേച്ചി ഇന്ന് കുറച്ച് ഫ്രീ ആകുക, റെസ്റ്റ് എടുക്കുക കേട്ടോ, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം, ആൻറ്റിക്കും കൂടി ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴും ചന്ദ്രമതി എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കാശ് എത്ര ചിലവാക്കുന്നതെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും കാശ് ചിലവാകുമെന്ന് പറഞ്ഞു രേവതി. അപ്പം നീ എല്ലാത്തിനും തർക്കുത്തരം പറയുന്നുണ്ടല്ലോ. എടാ ഇവൾക്ക് മുഴുത്ത വട്ടാണെന്ന് ചന്ദ്രമതി സച്ചിയോട് പറഞ്ഞു. നോക്കി നിൽക്കാതെ ഇവളെ വല്ല ഹോസ്പിറ്റലും കൊണ്ടുപോയി കാണിക്കാനൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് സഹിക്കുന്നില്ല കേട്ടോ. രേവതി അവിടെ നിന്ന് കരഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി അത് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. രേവതി ഇങ്ങനെ കലിപ്പില്ലി അവിടെ ഇരിക്കുക. നീ എന്താ രേവതി ഇങ്ങനെ ഇരിക്കുന്നേ? നിന്നോട് അമ്മ എന്താ പറഞ്ഞത്? ഇതൊക്കെയാണോ പറഞ്ഞത്? അപ്പോൾ അമ്മ പറഞ്ഞത് ശരിയല്ലേ സച്ചേട്ടാ? അപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? നീ അത് പറയാൻ പറഞ്ഞു. ഈ ഒരു വർഷം കഴിയുകയാണല്ലോ എന്ന് കരുതി സച്ചേട്ടൻ എൻ്റെ കൂടെ കഴിഞ്ഞതാണല്ലോ. സച്ചേട്ടൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ല എന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ രേവതി ഇങ്ങനെ പറയുന്നു. അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്? അമ്മ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാറുള്ളതല്ലേ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ലല്ലോ, പിന്നെ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇന്നിപ്പം എന്താ എത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞത് സത്യമല്ലേ സച്ചേട്ടാന്ന് രേവതി അന്നേരം സച്ചിയോട് ചോദിക്കാം. അത് തന്നെയാണല്ലോ സച്ചേട്ടനും പറഞ്ഞത്. ഞാനെന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സച്ചേട്ടൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്ത്? നിന്റെ ഏട്ടൻ ഓടിപ്പോയി അദ്ദേഹം കെട്ടാൻ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കും, നീ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരും,
അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചു. അയ്യോ അതൊരു കളിതാമസയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ രേവതി. അപ്പോഴത്തെ കളിതമാശയ്ക്ക് പറഞ്ഞു ഒന്നുമല്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അതെല്ലാം ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളതെന്നൊക്കെ രേവതി ചോദിക്കോ. അയ്യോ ശ്രുതി കേൾക്കാൻ വേണ്ടി ഞാൻ സാധാരണ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നീ അതും ചിന്തിച്ച് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് സച്ചി ചെന്നിട്ട് ഒരൊറ്റ തള്ളുകല്ലേ രേവതി. സച്ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്ന് അറിയാവുന്നൊക്കെ ചോദിച്ചു. സച്ചേട്ടൻ എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മുടെ വിവാഹ നാളിൽ എനിക്ക് പറയാനുള്ളത് നീ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ സച്ചി രേവതിയോട് ചോദിക്കാം. സച്ചിയേട്ടൻ ഓരോ ദിവസവും ഓരോ ആളാണെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിയോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരിക. സച്ചി ആ കോൾ എടുത്തിട്ട് അവിടെ നിന്ന് പോയി. രേവതി മാനസികമായിട്ട് വിഷമിച്ച് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.